ലോകരക്ഷയ്ക്കും നന്മയ്ക്കും കാവലായി കിനാനൂർ കരിന്തളം കോളംകുളത്തിനടുത്ത പുലേനടുക്കം സുബ്രഹ്മണ്യം കോവിൽ കാവടിയാട്ട മഹോത്സവം ഭക്തിപൂർവ്വം ആഘോഷിച്ചു. നാട്ടിൽ നിന്നും മറുനാടുകളിൽ നിന്നും വിഭാഗീയതയുടെ അതിർവരമ്പുകളില്ലാതെ ആബാലവൃദ്ധം പങ്കെടുത്ത ഉത്സവം നാടിൻ്റെ ആഘോഷമാവുകയായിരുന്നു. മാനവികത ആഘോഷത്തിൽ തെളിഞ്ഞു നിന്നു. സംക്രമദിനമായ മകരം 14 കോവിലിലെ പൂജയ്ക്ക് ശേഷം ചെണ്ട, ശംഖ് തുടങ്ങിയ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ആരംഭിച്ച യാത്ര 15 ദിവസത്തെ പര്യടനത്തിന് ശേഷം പുലേനടുക്കം ക്ഷേത്രത്തിലെത്തിയതോടെയാണ് മഹോത്സവം ആരംഭിച്ചത്. കിനാനൂർ, കരിന്തളം, കോളംകുളം, വാഴുന്നോറൊടി, മടിക്കൈ, അരയി, കാഞ്ഞങ്ങാട് തുടങ്ങിയ പ്രദേശങ്ങൾ കാവടി സംഘം സന്ദർശിച്ചു. വീടാന്തരം കയറിയിറങ്ങി ഭിക്ഷയെടുക്കുകയും ചെയ്തു. കാവടി യാത്ര ആരംഭിച്ചാൽ കാവടിയെടുക്കുന്നവർ 15 ദിവസം സംസാരിക്കാറില്ല. സുബ്രഹ്മണ്യ ഭഗവാന്റെ ആസ്ഥാനമായ പഴനിയുമായുള്ള സങ്കല്പമാണ് കാവടിയാത്രയുടെ ഐതിഹ്യം. കാവടിയാട്ടത്തിൻ്റെയും പഴനിയാത്രയുടെയും സങ്കല്പം ഇതാണ്. പഴനിയാത്രയ്ക്ക് നിശ്ചയിക്കുന്ന ഭക്തർ വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് ഭഗവത് സന്നിധിയിലെത്തുക. ഇരുമ്പാണി ഉറപ്പിച്ച മിതിയടിയും വേലായുധവും കാവടിയാട്ടത്തിൽ ധരിക്കുന്നു. അടുപ്പിൽ തിളപ്പിച്ച എണ്ണയിൽ വേവിക്കുന്ന ഉണക്കലരി വ്രതം അനുഷ്ഠിക്കുന്നവർ കൈകൊണ്ട് വാരിയെടുത്ത് ഭക്തജനങ്ങൾക്ക് പ്രസാദമായി നൽകുന്നു. ദൈവാനുഗ്രഹമുള്ളതുകൊണ്ട് ഭക്തർക്ക് ഒരു അപായവും ഉണ്ടാകുന്നില്ല. കാവടി സഞ്ചാരമുള്ള സംസ്ഥാനത്തെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് പുലേനടുക്കം ശ്രീ സുബ്രഹ്മണ്യം കോവിൽ. പുലേനടുക്കം കഴിഞ്ഞാൽ കാസർഗോഡ് ജില്ലയിൽ നീലേശ്വരം, പള്ളിക്കര, ചീർക്കയം, കിളിയളം എന്നീ സുബ്രഹ്മണ്യം കോവിലിലും കാവടിയാട്ടം വിശ്വാസപ്പൊലിമയോടെ ആഘോഷിക്കുന്നത്.
രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.